ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 24-ാമത്തെ ശ്ലോകം നോക്കാം. പാർത്ഥിവാദാരുണോ ധൂമസ്തസ്മാദഗ്നിസ്ത്രയീമയ തമസസ്തു രജസ്തസ്മാത് സത്വം യത് ബ്രഹ്മദർശനം. പാർത്ഥിവാദാരുണോ, പാർത്ഥിവാദ ദാരുണഃ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് പാർത്ഥിവാദാരുണോ. പാർത്ഥിവാദ് എന്ന് പറഞ്ഞാൽ പാർത്ഥിവം എന്ന് പറഞ്ഞാൽ പൃഥ്വി, ഭൂമിയുടെ. പാർത്ഥിവാദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വികാരമായിട്ടുള്ള, പൊതുവേ നമ്മൾ അതിൻ്റെ വികാരം എന്ന് പറയുമ്പോൾ അത് അചേതനമായിട്ടുള്ളതാണ് പൃഥ്വിയുടെ വികാരം എന്ന് പറയുന്നത്. ദാരുണ എന്ന് പറഞ്ഞാൽ ദാരുവിൽ നിന്ന് എന്ന് പറഞ്ഞാൽ, ദാരു എന്നാൽ മരത്തടി, മരത്തടിയിൽ നിന്ന്. ധൂമസ്തസ്മാദഗ്നിസ്ത്രയീമയ, ധൂമഃ തസ്മാത് അഗ്നി ത്രയീമയഃ, ഇങ്ങനെ 4 വാക്കുകൾ അവിടെ വരുന്നുണ്ട്. ധൂമ എന്ന് പറഞ്ഞാൽ പുക, പുകയും. തസ്മാത് അതിൽ നിന്ന്. അഗ്നി എന്ന് പറഞ്ഞാൽ അഗ്നി, തീയും. ത്രയീമയഃ, അതായത് വേദോക്ത കർമ്മഹേതുകമായിട്ടുള്ള, നമ്മൾ ഏതൊരു വേദോക്തമായിട്ടുള്ള കർമ്മം എന്ന് പറയുമ്പോൾ യാഗാദി കർമ്മങ്ങളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ യാഗാദി കർമ്മങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള അഗ്നി. നോക്കൂ, പൃഥ്വിയുടെ, ഭൂമിയുടെ അചേതനമായിട്ടുള്ള ആ ഒരു വികാരമായ മരത്തടിയിൽ നിന്നും 2 മരത്തടി കഷ്ണങ്ങൾ പരസ്പരം ഉരസുമ്പോൾ അതിൽ നിന്നും ആദ്യം പുകയുണ്ടാകുന്നു. ആ പുകയിൽ നിന്നും ഈ യാഗാഗ്നി അല്ലെങ്കിൽ യാഗത്തിന് വേണ്ടതായിട്ടുള്ള അഗ്നിയും ഉണ്ടാകുന്നു. തമസസ്ത രജസ്തസ്മാത്, തമസസ്തു എന്ന് പറഞ്ഞാൽ തമസഹ തു, തമസഹ എന്ന് പറഞ്ഞാൽ തമസിനേക്കാളും, തു ആകട്ടെ തമസിനേക്കാളും ആകട്ടെ. രജസ് തസ്മാത്, രജഹ രജസും, തസ്മാത് അതിനേക്കാളും. സത്വം സത്വഗുണവും ശ്രേഷ്ഠമാണ് എന്നിവിടെ പറയുകയാണ്. തമോ ഗുണത്തേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത് രജോ ഗുണം, രജോ ഗുണത്തിനേക്കാളും സത്വഗുണവും ശ്രേഷ്ഠമാകുന്നു. യത് ബ്രഹ്മദർശനം, യാതൊന്ന്, യത് എന്ന് പറഞ്ഞാൽ യാതൊന്ന്, ബ്രഹ്മദർശനം ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കുന്നതാകുന്നു. ഓരോ യാഗവും ഓരോ യജ്ഞവും ഓരോ കർമ്മവും, നമ്മുടെയൊക്കെ കർമ്മങ്ങളൊക്കെയും ഇതിനെ പ്രകാശിപ്പിക്കുന്നതാവണം, ആകുന്നു. എപ്പോൾ നമ്മുടെ ഉള്ളിലെ ഈ അചേതനമായിട്ടുള്ള, നിർവികാരമായിട്ടുള്ള ഭൂമിയുടെ അല്ലെങ്കിൽ പൃഥ്വിയുടെ ഈ ഒരു അചേതനമായിട്ടുള്ള മരത്തടിയിൽ നിന്നും 2 മരത്തടികളെ ഉരസുമ്പോൾ അതിൽ നിന്ന് പുകയും ആ പുകയിൽ നിന്നും വീണ്ടും അഗ്നിയും ഉണ്ടാകുന്നു. നിഷ്ക്രിയമായി കിടന്നിരുന്ന, നമ്മൾ പൊതുവെ ആലസ്യം എന്ന് പറയുന്ന തമോ ഗുണ പ്രധാനമായിട്ടുള്ള ഒന്നായിട്ടാണ് പറയുന്നത്. തമോ ഗുണത്തിൻ്റെ ലക്ഷണമായിട്ട് ഭഗവാൻ തന്നെ ഗീതയിൽ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ആലസ്യം, നിഷ്ക്രിയമായി കിടന്നിരുന്ന 2 മരത്തടി കഷ്ണങ്ങളെ പരസ്പരം കൂട്ടിയുരസിയപ്പോൾ, രജോ ഗുണം വർദ്ധിച്ചപ്പോൾ, അത് പ്രവൃത്തി നിരതമായപ്പോൾ അതിൽ നിന്നും ആദ്യം പുകയുണ്ടായി. ആ പുക പിന്നീട് സത്വഗുണത്തിലേക്കും, അതായത് അഗ്നിയുടെ ഭാവത്തിലേക്കും മാറുന്നു, സാത്വിക ഭാവത്തിലേക്ക് മാറുന്നു. ആ സമയത്ത് ആ സാത്വിക ഭാവം തൻ്റെ ഉള്ളിലെ തന്നെ ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കുന്നതാകുന്നു, ആ പരമാനന്ദത്തെ അനുഭവിപ്പിക്കുന്നതാകുന്നു. അപ്പോൾ നിഷ്ക്രിയമായി ഇരിക്കാതെ നമ്മുടെ ഓരോ നിമിഷവും ഈ ഭഗവത് വിചാരത്തിനായിക്കൊണ്ട് കർമ്മനിരതമാകുമ്പോൾ ആദ്യം പുകയൊക്കെ ഉണ്ടാകും. ജീവിതത്തിൽ നമ്മൾ എപ്പോഴാണ് ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക? ജീവിതത്തിൽ സങ്കടങ്ങളോ ദുഃഖങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ ഉണ്ടാകുമ്പോഴാണ്. അത് ഈ പുക പോലെയാണ്. നമ്മൾ കർമ്മനിരതരായി ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കൂടിക്കൂടി വരും.
അപ്പോൾ അതിൽ നിന്നും വീണ്ടും പതറാതെ അതിങ്കലേക്ക് വീണ്ടും ഇതുപോലെ ഉരസി 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 അതിനെ അഗ്നിയായി ജ്വലിപ്പിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളിൽ തളർന്നു പോകാതെ വീണ്ടും ഇതേ രീതിയിൽ കർമ്മങ്ങളെ പോഷിപ്പിച്ചാൽ, ഭഗവത് അർപ്പണമായി കർമ്മങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞാൽ, ഭഗവാന് വേണ്ടി ജീവിക്കുവാൻ കഴിഞ്ഞാൽ, ഓരോ നിമിഷവും ഭഗവത് സ്മൃതിയോടുകൂടി ആ ബ്രഹ്മതത്വത്തെ അറിയുന്നതിനായി കൂടുതൽ കൂടുതൽ നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൽ ആ ജ്ഞാനാനന്ദത്തെ അനുഭവിക്കുവാനാകുന്നു. ഇവിടെ പറഞ്ഞു, തമസ്സിനേക്കാൾ രജോ ഗുണവും രജസ്സിനേക്കാൾ സത്വവും ശ്രേഷ്ഠമാകുന്നു എന്ന് പറഞ്ഞു. ആലസ്യമായിരിക്കുന്ന ഒരുവനിൽ തമോ ഗുണമാണ്, അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് കർമ്മനിരതനായിരിക്കുന്ന ഒരാൾ. ആ കർമ്മനിരതനാകുമ്പോഴും അതിൽ ഈശ്വരീയമായ ഒരു വിചാരം കൂടി ഉണ്ടാകുമ്പോൾ, എല്ലാ കർമ്മങ്ങളും നമ്മൾ ഒന്നിനെ മാത്രമാണ് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കർമ്മങ്ങളും ആ ഒന്നിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഏത് കർമ്മം നമ്മൾ എടുത്തോട്ടെ, എവിടെയോ ഒരു അപൂർണത, എവിടെയോ ഒരു കുറവ് നമുക്ക് അനുഭവപ്പെടുന്നത് കൊണ്ടാണ് വീണ്ടും കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നത്, അല്ലേ? ഇപ്പോൾ അത് ഏതൊരു കർമ്മവുമായിക്കോട്ടെ, നമ്മൾ ഏതോ ഒന്നിനെ, ഏതോ ഒരു കുറവിനെ നികത്തുന്നതിനുള്ള, ഏതോ ഒന്നിനെ അറിയുന്നതിന് വേണ്ടിയുള്ള പ്രയാണമാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. ആ കുറവുകൾ എത്ര കിട്ടിയാലും നമുക്കൊരു തികവ് അനുഭവപ്പെടുന്നില്ല. എപ്പോഴും ഇനിയും വേണം, അഥവാ എന്തോ ഒന്ന് ഇനിയും നേടാനുണ്ട്, എന്തോ ഒന്ന് കുറവുണ്ട് എന്ന തിരിച്ചറിവ്, അതാണ് നമ്മളെ വീണ്ടും വീണ്ടും കർമ്മനിരതരാക്കുന്നത്. ആ പ്രയാണം നമ്മളെ എപ്പോഴാണ് നമ്മൾ സാച്ചുറേറ്റഡ് സ്റ്റേജ് എന്ന് പറയില്ല, അതിൻ്റെ ആ ഒരു പരിപൂർണതയിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ഉള്ളിലെ സാത്വിക ഭാവം നിറയുമ്പോൾ. ഇങ്ങനെ കർമ്മം ചെയ്ത് 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 ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് തന്നെ തോന്നും, നമ്മൾ ഇതായിരുന്നു തേടി നടന്നിരുന്നത്, മതി, ഇവിടെയാണ് നമ്മുടെ സന്തോഷം ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അന്വേഷിച്ച് നടന്നതിനെ കണ്ടെത്തിയിരിക്കുന്നു, ഇനി നമ്മൾ സംതൃപ്തരാണ്. ആ ആനന്ദം പതിയെ അനുഭവിക്കുവാൻ തുടങ്ങും. അതായത് നമ്മുടെ ആ കുറവ് എന്ന ചിന്ത നമുക്ക് മാറിക്കിട്ടുന്നു, അല്ലെങ്കിൽ അത് കുറഞ്ഞു വരുന്നു. നമ്മളെപ്പോഴും പറയും, ഗോപസ്ത്രീകളുടെ കർമ്മം എന്ന് പറയുന്നത് അകാമ കർമ്മങ്ങളായിരുന്നു. ഒന്നും പ്രതീക്ഷിക്കാതെ ഭഗവാന് വേണ്ടി ജീവിച്ച്, അതായത് തങ്ങൾക്കൊന്നും വേണ്ട, പക്ഷെ തങ്ങൾക്ക് എന്തേ വേണ്ടു, എപ്പോഴും ഭഗവത് വിചാരം, ആ കൃഷ്ണനെക്കുറിച്ചുള്ള വിചാരത്തിൽ മുഴുകിക്കഴിയാനായിരുന്നു അവർ ഇഷ്ടപ്പെട്ടിരുന്നത്. അങ്ങനെ നമുക്ക് പക്ഷേ ആ തലത്തിലേക്ക് എത്തണമെങ്കിൽ സകാമ കർമ്മങ്ങളിലൂടെ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. കാരണം നമ്മളൊക്കെ ജനിച്ച നാൾ മുതൽ എന്തൊക്കെയോ നേടുന്നതിന് വേണ്ടി, എന്തൊക്കെയോ ആയിത്തീരുന്നതിന് വേണ്ടിയുള്ളൊരു പ്രയാണത്തിലാണ്. ആ സകാമ കർമ്മങ്ങളിലൂടെ നമ്മൾ ഇനിയും നേടണം, പോരാ, ഇനിയും നേടണം, പോരാ, ഇനിയും വേണം, ഇങ്ങനെ എന്തൊക്കെയോ ഒരു കുറവുകൾ ഉള്ളിൽ അനുഭവപ്പെടുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ കർമ്മനിരതരാകുന്നത്. അങ്ങനെ ആ സകാമ കർമ്മങ്ങളിലൂടെ തന്നെ നമ്മൾ പതിയെ 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 ആ കാമകർമ്മത്തിലേക്ക് എത്തിപ്പെടും. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്ന്, അത് പാൽപ്പായസമായിക്കോട്ടെ, ചോക്ലേറ്റ്സ് ആയിക്കോട്ടെ, എന്തും അത് തന്നെ നമ്മൾ 24 മണിക്കൂറും 365 ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നിരിക്കട്ടെ. ക്രമേണ 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 അതിനോടുള്ള ഒരു താല്പര്യം, ആ ഒരു പ്രതിപത്തി നമുക്ക് കുറഞ്ഞു വരും. അതായത് അതിനും നമ്മളിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയില്ല എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടും. അപ്പോൾ അങ്ങനെ സകാമ കർമ്മങ്ങളിലൂടെ പതിയെ 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 നമ്മൾ അകാമ കർമ്മത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പോൾ സകാമ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഈശ്വരനിലേക്ക് മനസ്സിനെ ചേർത്ത് വെക്കുവാൻ കഴിയണമെന്ന് മാത്രം. അങ്ങനെ ഈശ്വരനായിക്കൊണ്ട് ആ കുറവിനെ തേടി അലയുന്നത് ഇത് തന്നെയാണ്. ഏതൊന്നാണോ നമ്മുടെ ഉള്ളിൽ ആ പൂർണ്ണത എന്നൊരു അനുഭവം ഉണ്ടാക്കിത്തരാത്തത്, അതിന് പിന്നാലെ പായുമ്പോഴും അന്വേഷിക്കുന്നത് ഈ പൂർണ്ണതയെയാണ്. ആ പൂർണ്ണതയാകട്ടെ നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. പക്ഷേ അതിലേക്ക് എത്തണമെങ്കിൽ ഈ സകാമ കർമ്മങ്ങളിലൂടെ തന്നെ യാത്ര ചെയ്യണം. അങ്ങനെ പതിയെ പതിയെ ആ അകാമ കർമാവസ്ഥയിലേക്ക് ഗോപസ്ത്രീകളെ പോലെ നമുക്കും എത്തിച്ചേരുവാൻ കഴിയും. അത് ഈ ജന്മമാവില്ല, ചിലപ്പോൾ അടുത്ത ജന്മമാകാം. ചെയ്തുകൊണ്ടേയിരിക്കുക. കാരണം നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ സീരിയലും സീരീസും ഒക്കെ കാണുന്നത് പോലെ
ഇന്നലെ നിർത്തിയ എപ്പിസോഡിൻ്റെ തുടർച്ചയാണ് ഇന്നത്തേത്. അപ്പോൾ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്നാണ് ഇന്ന് ആ സീരിയൽ അല്ലെങ്കിൽ സീരീസ് തുടങ്ങുന്നത് അല്ലേ? ഇതുപോലെയാണ് നമ്മുടെയൊക്കെ ജന്മം. ഇന്നിപ്പോൾ ഈ നിമിഷം നമ്മുടെ ജീവിതം അവസാനിച്ചാൽ ഇതിൻ്റെ തുടർച്ചയാണ്. ഈ ഒരു നിമിഷം നമ്മൾ ഏതൊരു ആത്മീയ തലത്തിലാണോ നിൽക്കുന്നത്, ഇതിൻ്റെ തുടർച്ചയാണ് നമ്മൾ നാളത്തെ ജന്മം, അല്ലെങ്കിൽ അടുത്ത നിമിഷം നമ്മൾ ഏതൊരു ശരീരത്തെ പ്രാപിക്കുന്നു, എവിടെ ജനിക്കുന്നു എന്നുള്ളത് നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പടിപടിയായി ഉയരാൻ കഴിയുമെന്നുള്ളത് ഉറപ്പാണ്. നമുക്കുമൊക്കെ ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ ജന്മം ഗോപസ്ത്രീകളെ പോലെ അകാമ കർമാവസ്ഥയിലൂടെ കർമ്മങ്ങൾ ചെയ്ത് ഭഗവാനിലേക്ക് എത്തിച്ചേരുവാൻ കഴിയും എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. കാരണം നമ്മുടെ പൂർവ്വസൂരികൾ നമുക്കതാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഒരു കാലം ഭഗവാനെ സേവ ചെയ്തുകൊണ്ടിരുന്നിരുന്ന ഒരു നാൾ ഉറപ്പായും ആ പാദങ്ങളിൽ ലയിച്ചു ചേരുവാൻ കഴിയും. ആ പരമപദത്തിലേക്ക് ഭഗവാൻ കൂട്ടിക്കൊണ്ടു പോകുമെന്ന് തന്നെയാണ്. നമ്മൾ ധ്രുവൻ്റെ ചരിതം നമ്മൾ നോക്കിയാലും ഭക്ത പ്രഹ്ലാദൻ്റെ ചരിതം നോക്കിയാലും ഭഗവാൻ കൂടെ ഉണ്ടായിരുന്നു. ആ ഭഗവാൻ കൂടെ നമ്മളെ കൂട്ടുമെന്ന് ഉറപ്പ് തരുന്നുണ്ട് നമുക്ക്. ഭഗവാന്റെ ഓരോ ചരിതവും ഓരോ ലീലയും നമുക്ക് പറഞ്ഞു തരുന്ന സന്ദേശവും അത് തന്നെയാണ്. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. പാർത്ഥിവാദാരുണോ ധൂമസ്തസ്മാദഗ്നിസ്ത്രയീമയ തമസസ്തുരജസ്തസ്മാത് സത്വം യത് ബ്രഹ്മദർശനം. അപ്പോൾ നമ്മൾ തമോ ഗുണത്തിൽ നിന്നും രജോ ഗുണത്തിലേക്ക് ഉയരുകയും ആ രജോ ഗുണത്തിൽ നിന്നും യത് ബ്രഹ്മദർശനം, യാതൊന്നാണോ ആ ബ്രഹ്മദർശനത്തെ, ബ്രഹ്മസ്വരൂപത്തെ ദർശനം പ്രകാശിപ്പിക്കുന്നതായിട്ടുള്ളത്, ആ സത്വമൂർത്തിയെ ഭജിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഉയരണം എന്ന് സൂചിപ്പിക്കുകയാണ്. ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പാർത്ഥിവാദാരുണോ, അവിടെ ദാ കൂട്ടക്ഷരമാണ്, അത് ശ്രദ്ധിക്കുക. അതുപോലെ ധൂമസ്തസ്മാദഗ്നിസ്ത്രയീമയ, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. അവിടെ ധൂമഃ തസ്മാത് അഗ്നിഹി ത്രയീമയ, 4 വാക്കുകളാണ്, പദം പിരിക്കണ്ട. ധൂമസ്തസ്മാത്, അവിടെ സ ജോയിൻ ചെയ്യാൻ വന്നിട്ടുണ്ട്. അതുപോലെ തസ്മാത് അഗ്നി ത്രയീമയ, ദായുടെ അകാരം ശ്രദ്ധിക്കുക. ത്രയീമയ, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. അതുപോലെയാണ് രജസ്തസ്മാത്, അവിടേക്ക് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 25ാമത്തെ ശ്ലോകമാണ്. ഭേജിരേ മുനയോധാഗ്രേ ഭഗവന്തമഥോക്ഷജം സത്വം വിശുദ്ധം ക്ഷേമായ കൽപ്പന്തേയേനുതാനിഹ. ഭേജിരേ മുനയോധാഗ്രേ. അപ്പോൾ തൊട്ടു മുൻപുള്ള ശ്ലോകത്തിൽ നമുക്ക് ആ വിഷ്ണു ഭഗവാനെ സേവിക്കേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് പറഞ്ഞു തന്നു. എന്താണ് അതിൻ്റെ മഹത്വം, അതുകൊണ്ട് നമുക്ക് എന്താണ് ഗുണമെന്ന് പറഞ്ഞു തന്നു. ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട്, ഒരു പ്രമാണം പറഞ്ഞുകൊണ്ട് നമ്മളിലേക്ക് അത് ഉറപ്പിച്ച് തരികയാണ്. ഭേജിരേ മുനയോധാഗ്രേ. ഇവിടെ ഭേജിരേ എന്ന് പറഞ്ഞാൽ ഭജിച്ചു. മുനയോധാഗ്രേ, മുനയഃ അഥ അഗ്രേ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് മുനയോധാഗ്രേ. മുനയഃ എന്ന് പറഞ്ഞാൽ മുനിമാര് ഭേജിരേ ഭജിച്ചു. എപ്പോൾ അഥ അഗ്രേ, അഥ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മുനിമാര് ഭജിച്ചു. അഗ്രേ എപ്പോൾ ഏറ്റവും ആദിയായിട്ടുള്ള കാലത്തിൽ. ഭഗവന്തമഥോക്ഷജം, ഭഗവന്തം
അധോക്ഷജം. ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഭഗവന്തമധോക്ഷജം. ഭഗവന്തം എന്ന് പറഞ്ഞാൽ മഹിമയുള്ളവനായിട്ടുള്ള, ഭഗവത് മഹാത്മ്യമുള്ളവനും അതേപോലെ തന്നെ പറയാം അധോക്ഷജം. അങ്ങനെ മഹിമയുള്ളവനായിട്ടുള്ള ആ വിഷ്ണുവിനെ ഈ മുനിമാരൊക്കെ ഏറ്റവും ആദിയായ കാലത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അവർ പാത കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഏത് വഴിക്കാണ് ചരിക്കേണ്ടത്, അതിൻ്റെ ഗുണം എന്താണെന്ന് അവരിൽ നിന്നും അവരുടെ കാരുണ്യം കൊണ്ട് പകർന്നു കിട്ടിയ അറിവുകളാണിതൊക്കെ. അപ്പോൾ അവർക്കാകട്ടെ തുടക്കം മുതൽക്കേ അവരുടെ പൂർവജന്മത്തിൽ നിന്നും അവരാർജിച്ച ആ ഒരു ആത്മീയമായ സംസ്കാരത്തിലൂടെ അവരറിഞ്ഞ ഈ സത്യത്തെ അവർ നമുക്ക് പറഞ്ഞു തന്നിരുന്നു. ഇവരൊക്കെ തുടക്കം മുതലേ ഏറ്റവും ആദ്യകാലത്തിൽ തന്നെ ഭഗവാനെ, ആ മഹിമയുള്ളവനായിട്ടുള്ള മഹാവിഷ്ണു ഭഗവാനെ അവരൊക്കെ ഭജിച്ചു. സത്വം വിശുദ്ധം ക്ഷേമായ. സത്വഗുണം തികഞ്ഞതായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള സാത്വിക മൂർത്തിയെ, ഭഗവാൻ ശുദ്ധസത്വ സ്വരൂപനാണ്. ഭഗവാനിൽ യാതൊരു തരത്തിലുള്ള കലർപ്പുമില്ല. അങ്ങനെയുള്ള ആ ഭഗവാനെ വിശുദ്ധം എന്നാണ് പറഞ്ഞത്. സത്വം വിശുദ്ധം, സത്വഗുണം തികഞ്ഞവനായിട്ടുള്ള, വിശുദ്ധനായിട്ടുള്ള, പരിശുദ്ധമായിട്ടുള്ള ആ സത്വഗുണം തികഞ്ഞവനായ ഭഗവാനെ അവർ ആദ്യം മുതൽക്കേ അവർ ഭജിച്ചു. എന്തിനു വേണ്ടി? ക്ഷേമായ, ക്ഷേമത്തിനായിക്കൊണ്ട്. അപ്പോൾ മുനിമാർക്ക് എന്താണ് ക്ഷേമം വേണ്ടത് എന്ന് ചോദിച്ചാൽ, മുനിമാർക്ക് അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കോ നേട്ടങ്ങൾക്കോ വേണ്ടിയിട്ടോ അല്ല ഭഗവത് ഭജനം നടത്തുന്നത്. അവർ ഈ സത്യത്തെ, തത്വത്തെ അറിഞ്ഞു കഴിഞ്ഞതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിൽ നിന്നും, ഈ പ്രകൃതിയുടെ ഗുണങ്ങൾക്കധിഷ്ഠിതമായ പ്രകൃതിയുടെ ഈ വിളയാട്ടങ്ങളിൽ നിന്നും അവർ തീർത്തും ഡിറ്റാച്ച്ഡ് ആണ്. അവർക്ക് ഇതിനോടൊന്നും യാതൊരു തരത്തിലുള്ള സംഘവും ഉണ്ടാകുന്നില്ല. അപ്പോൾ പിന്നെ അവരാരുടെ ക്ഷേമത്തിനായിക്കൊണ്ടാണ് ഭഗവാനെ ഭജിച്ചത് എന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൻ്റെ ക്ഷേമത്തിനായിക്കൊണ്ട്, ഇനിയും തങ്ങളോടൊപ്പം ജീവിക്കുന്നവരും ഇനിയുമുള്ള കാലങ്ങളിൽ വരാൻ പോകുന്നവരുമായിട്ടുള്ള സജ്ജനങ്ങൾക്കായിക്കൊണ്ട്, ലോകത്തിനായിക്കൊണ്ട്, അതിൻ്റെ ക്ഷേമത്തിനായിക്കൊണ്ട് അവർ ഭഗവാനെ ഭജിച്ചു. കൽപ്പന്തേ യേനു താനിഹ. കൽപ്പന്തേ, കൽപ്പിക്കുന്നു. അതായത് ക്ഷേമത്തിനായിക്കൊണ്ട് അവരൊക്കെ നമുക്ക് മാർഗനിർദ്ദേശം തരുന്നു, ഈ വഴി വരൂ എന്ന്. യേനു താനിഹ, യേ അനു താനിഹ, താൻ ഇഹ, ഇങ്ങനെ 4 വാക്കുകളാണത്. യേ എന്ന് പറഞ്ഞാൽ യാതൊരുത്തൻ, അനു എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ കാര്യങ്ങളെ അനുസരിക്കുന്നത്, ആ പാത പിന്തുടരുന്നുവോ അവർ. താൻ ഇഹ, താൻ എന്ന് പറഞ്ഞാൽ അവർ ഈ ലോകത്തിൽ ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ അവർ ഈ ഒരു ക്ഷേമത്തെ, സദ്ഗതിയെ പ്രാപിക്കുന്നു. ഭഗവാന്റെ കാരുണ്യം അവർക്കുണ്ടാകുന്നു. അവർ നമുക്ക് പറഞ്ഞു തന്ന ഒരു മാർഗമാണിത്. അതുകൊണ്ട് അവർ സഞ്ചരിച്ച വഴിയിലൂടെ അവരനുഭവിച്ചറിഞ്ഞ ആ ഒരു പരമാനന്ദത്തെ നമുക്കുമൊക്കെ അനുഭവിച്ചറിയുന്നതിനൊരവസരം തരികയാണ് അവരൊക്കെ ചെയ്തത്. അവർ കാണിച്ചു തരുന്നു, ഇതാണ് മാർഗം, ഈ വഴി വരൂ. അങ്ങനെ വന്നാൽ നിങ്ങൾക്കുമൊക്കെ ആ ആനന്ദസ്വരൂപനെ അനുഭവിച്ചറിയുവാൻ കഴിയും. അങ്ങനെ കാണിച്ചു തന്ന ആ മാർഗത്തിലൂടെ യാതൊരാളാണോ സഞ്ചരിക്കുന്നത്, അവരോട് ക്ഷേമത്തിനായിക്കൊണ്ട് ഇത് പറഞ്ഞു തരുന്നു എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ നന്മയ്ക്കായിക്കൊണ്ട്, ഈ ലോകത്തിലുള്ള ജനങ്ങൾ ഒക്കെ ഈ സൽമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നതിനായിക്കൊണ്ട് മുനിമാർ ആദ്യകാലത്തിൽ തന്നെ യാതൊരു ശുദ്ധ സത്വസ്വരൂപത്തെയാണോ ഭജിച്ചിരുന്നത്, ആ സത്യത്തെ, ആ മൂർത്തിയെ, വിഷ്ണു സ്വരൂപത്തെ ഭജിക്കുന്നതിനായിക്കൊണ്ട് അവർ നിർദ്ദേശം നൽകുന്നു, കൽപ്പിക്കുന്നു. ആ ഒരു സദാചാര പാതയെ ഇവിടെ ഒരു പ്രമാണം കൊണ്ട് നമുക്ക് കാണിച്ചു തരികയാണ് വ്യാസഭഗവാന്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഭേജിരേ മുനയോധാഗ്രേ ഭഗവന്തമധോക്ഷജം സത്വം വിശുദ്ധം ക്ഷേമായ കൽപ്പന്തേയേനു താനിഹ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മുനയോധാഗ്രേ, മുനയോ മുനയഃ അഥ അഗ്രേ,
അവിടെ അകാരം ശ്രദ്ധിക്കുക. മുനയോധാഗ്രേ, അതുപോലെ ഭഗവന്തം അധോക്ഷജം, ഭഗവന്തം അധോക്ഷജം, മായുടെ അകാരം ശ്രദ്ധിക്കുക. പിന്നെ യേനുതാനിഹ, അവിടെ എകാരം നീട്ടിയെടുക്കുക, വിശ്ലേഷണമുണ്ട്. ബാക്കിയൊക്കെ താൻ ഇഹ, അത് അവിടെ ഇകാരം ശ്രദ്ധിക്കുക വായിക്കുമ്പോൾ. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഇനി അടുത്തത് 26ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.